വികസനത്തിന്റെ കാര്യമല്ല, കൃത്യമായി തരുമെന്ന് പറയുന്നത് നിരന്തരം സുരേഷ് ഗോപി തന്നെ പറഞ്ഞ ആവർത്തിച്ച കാര്യമാണ് ഈ എയിംസ് എന്ന് പറയുന്നത്. എയിംസ് എന്ന പരാമർശമില്ല, കേരളത്തിൽ എയിംസ് ഇല്ല. അതോടൊപ്പം തന്നെ എയിംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, വിവാദത്തിൽ കയറാൻ എനിക്കൊരു ആഗ്രഹമില്ല. നിങ്ങൾ എന്ത് ടെംപ്റ്റേഷൻ ചെന്നാലും എനിക്ക് ഒരു ആഗ്രഹമില്ല. എയിംസിന്റെ കുറിച്ച് കൃത്യമായി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലാൻഡ് അക്വിസിഷൻ കാലിക്കറ്റിൽ ലാൻഡ് അക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പകുതിയിൽ കൂടുതൽ ലാൻഡ് ഇതുവരെ അക്വയർ ചെയ്തിട്ടില്ല. ഇതാണ് സത്യം. അത് ചെയ്യട്ടെ, ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഈ അതിവേഗ കാര്യം മുഖ്യമന്ത്രി ചർച്ചയാക്കിയ സാഹചര്യം എന്നിട്ടും അത് എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രഖ്യാപിക്കാറുണ്ട്? ഈ ശ്രീധരൻ അടക്കം പറഞ്ഞൊരു പദ്ധതിയാണ്, നാളെ ഓഫീസടക്കം തുറക്കുന്ന ഒരു അല്ല ഈ സംസ്ഥാനത്തില് ഈ ശ്രീധരന്റെ പ്രപ്പോസൽ അംഗീകരിക്കാൻ തയ്യാറാണെന്നാണ്. അല്ല, ഇലക്ഷന് മുമ്പ് ഞാൻ കാര്യം പറയാം. അല്ല, ഒരു ചോദ്യം ചോദിച്ചു. അല്ല, ഓരോരോ ചോദ്യം. ഓക്കെ, എന്നെ ബുൾഡോസ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല. എനിക്ക് ഒരു മിനിറ്റ് സംസാരിക്കും. ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ എജൻഡ സെറ്റ് ചെയ്യണ്ട, ഞാൻ സംസാരിക്കാം. നിങ്ങൾ ചോദിക്കുക, ഞാൻ ഉത്തരം തരിക. ഇതാണ് സിസ്റ്റം. ഒന്ന് ഇതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ല എന്നാണ്, എൻ്റെ പൊട്ട മലയാളം മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താണ്, ഈ റാപ്പിഡ് റെയിൽവേ ആണോ, ഹൈവേ ആണോ, എയിംസ് ആണോ, PM ആയുഷ്മാൻ ആണോ, PM ആവാസ് ആണോ, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെലവ് ചെയ്യാൻ കഴിയണം. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് കാശുണ്ടാവണം. ഇതുവരെ കൊടുത്ത പദ്ധതികളെല്ലാം അത് വീടുണ്ടാക്കുന്ന പദ്ധതിയാണോ, കുടിവെള്ളത്തിൻ്റെ പദ്ധതിയാണോ, സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് അവർ റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ആരെയാണ് പറ്റിക്കുന്നത്? ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ പോരാലോ. അതിന് കാശ് വേണ്ടേ, ഇൻവെസ്റ്റ്മെന്റ് റിസോഴ്സസ് വേണ്ടേ? ഇത് ആകാശത്ത് നിന്ന് കൊണ്ടുവരാൻ പോകണോ? AKG സെന്ററിൽ നിന്ന് കൊണ്ടുവരാൻ പോകണോ? ഇതുവരെ വീടുണ്ടാക്കാൻ കാശില്ല, കുടിവെള്ള കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ കാശില്ല, പിന്നെ ആരോഗ്യ മേഖലയിൽ ഹോസ്പിറ്റലും സ്കൂള് 75% സ്കൂള് സേഫ് ആക്കാൻ കാശില്ല. എന്നിട്ടാണ് റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത്. ആരെയാണിത് പറ്റിക്കുന്നത്?